കാരണം താങ്കൾക്കെതിരെ ഈ ഒരു ആരോപണം വരുന്നു. അപ്പോൾ സമാനമായ രീതിയിൽ തന്നെ ഈ ആരോപണത്തിന്റെ മുന ഉദുമ, കാസർഗോഡ് MLA-മാർക്കെതിരെയും ചൂണ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും സമയമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു പരസ്യപ്രചരണം? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അവരോടാണ് ചോദിക്കേണ്ടത്. BN ജമാൽ നിങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? BN ജമാൽ എപ്പോഴാണ് നിങ്ങളുടെ അവസാനമായിട്ട് കണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് വിളിച്ചത്? ഞാൻ ഇപ്പോഴും പറയാം, മാർച്ച് 22 രാത്രി ഞായറാഴ്ച ആയിരിക്കണം 9:30 മണിക്ക് K. നീലകണ്ഠൻ അദ്ദേഹത്തിന്റെ നോമിനേഷൻ തയ്യാറാക്കാൻ കോട്ടിക്കുളത്തുള്ള എന്റെ വീടിന് സമീപമുള്ള ഓഫീസിൽ വന്ന് ഇരിക്കുമ്പോ ഇപ്പൊ വരും എന്ന് പറഞ്ഞ സമയത്താണ് ഇവിടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് എന്നെ നെല്ലിക്കുന്നും കലക്ടറമായും മറ്റു പാർട്ടി പ്രവർത്തകരൊക്കെ ഇരുന്ന് എന്നെ വിളിക്കുന്നത്. ഇവിടെ വന്ന് അത് വെരിഫൈ ചെയ്ത് തിരിച്ചു പോയിട്ട് അവിടുന്ന് ഒപ്പിട്ടിട്ട് വിടുകയാണെങ്കിൽ അതാണ് അവർ ലാസ്റ്റ് മീറ്റ് എന്ന് പറയുന്നത്. അതാണ്. അപ്പൊ നിങ്ങൾ അത്ഭുതപ്പെടും, ഇത്രയും ഒരാള് മാർച്ചിന് ശേഷം ബന്ധപ്പെട്ടിട്ടില്ല. സത്യമാണ്. ഞാൻ എന്റെ കോൺസെൻട്രേഷൻ, എന്റെ ഒരു നേച്ചർ എങ്ങനെയാണ്, ഞാൻ ഉദുമയിൽ മാത്രമാണ്. അവിടുത്തെ ഒരു പെർഫെക്ഷനിസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉദുമയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. കാസർഗോഡ് പോയിട്ടില്ല, മഞ്ചേശ്വരം പോയിട്ടില്ല. താങ്കൾക്കെതിരെ കാസർഗോഡ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ഷാനവാസ് പാദൂർ കൂടി ഒരു ആരോപണം ഉന്നയിക്കുന്നത് സമാനമായിട്ടുള്ള ആരോപണം തന്നെയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തെ ബന്ധപ്പെട്ടത്. താങ്കളല്ല, താങ്കളുടെ സംഘാംഗം എന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്ത ഒരാളാണ് ഈ രീതിയിലുള്ള ഒരു ഓഫർ പരസ്യ പ്രതികരണം നടത്തുന്ന സംഘത്തിലുള്ള ഒരാളെന്ന് പറഞ്ഞു. എനിക്ക് ഒരു സംഘമില്ല, ഒരു സംഘവും എനിക്കില്ല. സാധാരണ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങൾ പിന്നെ വോട്ടർമാർക്ക് കാശ് കൊടുത്തു, ഇത്തരം സംഗതികളാണ്. പക്ഷേ ഇത് വളരെ ടിപ്പിക്കലായ ഒരു പെക്യൂലിയർ അലിഗേഷൻ ആണ്. കാരണം BJP നടത്തുന്ന ഒരു ഹാക്കിങ്ങിനെ മറു ഹാക്കിംഗ് നടത്താൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ആർക്കും മാത്രം മനസ്സിലാവാത്ത ഒരു പ്രത്യേക. അതാണ് ഞാൻ ചോദിക്കുന്നത്, ആർക്കും മനസ്സിലാവാത്ത എങ്ങനെയാണ് ഈ ഹാക്കിംഗ് നടക്കുക? ഞാൻ ചോദിക്കുന്നത്, ഈ മറു ഹാക്കിംഗ് എന്ന് പറയുന്നത്, നമ്മളെ കുറെ വാർത്തകൾ ആ സമയത്ത് വായിച്ചിട്ടുണ്ട്, നമ്മൾ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. പേരാമ്പ്രയിലെ സ്ട്രോങ് റൂമിൽ മറ്റേ ഉദ്യോഗസ്ഥന്മാർ കയറിയെന്നോ ലാപ്ടോപ്പുമായിട്ട് കയറിയെന്നോ അങ്ങനെയുള്ള ആ ചർച്ച വന്നപ്പോഴേ ഞാൻ ഇവിടെ പലരോടും സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഹാക്കിംഗ് ന്യൂസ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ കാവൽ ഏർപ്പാട് ചെയ്യണം. കാരണം വലിയ ഗ്യാപ്പാണല്ലോ, കൗണ്ടിങ്ങും പോളിങ്ങും തമ്മിലുള്ള ഗ്യാപ്പ്. നമ്മൾ അവിടെ നമ്മുടെ ആളുകളെ നിർത്തണം, കാവൽ ഏർപ്പാടാക്കണം. ഇതൊന്നും നടക്കില്ല എങ്കിലും നമ്മൾ വിജിലന്റ് ആവണം. ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. ഹാക്കിംഗ് നടക്കുന്നുണ്ട്, BJP ഇവിടെ ഹാക്ക് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത്, പാലക്കാട്, പിന്നെ മഞ്ചേശ്വരം, കാസർഗോഡ് ഇവിടെയൊക്കെ ഹാക്കിംഗ് നടക്കാനുള്ള സാധ്യതയുണ്ട്, BJP ജയിക്കും എന്നൊക്കെ ഒരു റൂമർ അല്ലെങ്കിൽ സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പലരോടും ഷെയർ ചെയ്യും. വക്കീലെ, ഈ ഗൂഢാലോചന നടന്നത് ഈ ഉദുമ മേഖലയിൽ തന്നെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നായിരിക്കും? അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ ഏത് മേഖലയെന്നാണെന്ന് ചോദിക്കുന്ന ആളിന് അറിയാമോ? DCC പ്രസിഡന്റിന്റെ പേര് പരാമർശിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളായിരിക്കുമല്ലോ. ആരുടെ? DCC പ്രസിഡന്റായി വരാൻ സാധ്യതയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങളുണ്ട്. അപ്പൊ നിങ്ങളെ തഴയാനാണ് ഈ ഗൂഢാലോചന എന്നാണ് ഞാൻ ഒഴിഞ്ഞു കൊടുക്കും. അതെ, അതിനുള്ള ഗൂഢാലോചനയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പേര് പരാമർശിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സംഘമായിരിക്കുമല്ലോ. ഏത് പേര് പരാമർശിക്കാൻ? DCC പ്രസിഡന്റ് ആവാൻ സാധ്യതയുള്ള പേരുകളുടെ നിങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തന്നെയാണ് പലപ്പോഴും കാണുമ്പോ എന്നോട് ചോദിക്കാറ്, നിങ്ങളല്ലേ അടുത്ത DCC പ്രസിഡന്റ്? അല്ല, ഉദുമ, നിങ്ങളിത് ഉദുമയിലെ ശോഭ കെടുത്താൻ എന്ന് പ്രത്യേകം പറയുമ്പോൾ ഉദുമയിലുള്ള നേതാക്കന്മാരുടെ ഞാൻ ഉദ്ദേശിച്ച ഉദുമയിലെ ശോഭ കെടുത്താൻ എന്ന് പറഞ്ഞാൽ ഉദുമയിൽ ഒരിക്കലും UDF വിജയിക്കില്ല എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. 10-35 വർഷമായിട്ട് ഉദുമയിൽ ജയിച്ചിട്ടില്ല. ആ ജയത്തിന്റെ ശോഭയാണ് ഇതുകൊണ്ട് കെടുത്തുന്നതാണ് ഞാൻ പറഞ്ഞത്. തൃക്കരിപ്പൂരും അതുപോലെ തന്നെ. തൃക്കരിപ്പൂരിന്റെ നിങ്ങളുടെ വാർത്തയിൽ തൃക്കരിപ്പൂര് പരാമർശിക്കുന്നില്ല.